എൻ്റെ മദർ ഇൻ ലോ കുറച്ച് നാൾ കായൽപ്പട്ടണത്തുണ്ടായിരുന്നു കേട്ടോ. കായൽപ്പട്ടണം എന്ന് പറയുന്നൊരു കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കുറേ അധികം ഡിഷ് നമ്മൾ നാട്ടിൽ ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു ഡിഷാണ് അതായത് ഒരു മാസി പൊടിച്ചിട്ടുള്ള ചമ്മന്തി. അപ്പോൾ ഇതിനെ മാസി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിത് അറിയാവോന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് പേരാണ് പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത് പ്രോൺസ് ഇടിയപ്പം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ, അതായത് ലെഫ്റ്റ് ഓവർ വന്ന ഇടിയപ്പത്തിനെ നമുക്ക് എങ്ങനെ ഒരു ബിരിയാണി ടൈപ്പ് ആക്കാമെന്നാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, സിമ്പിളാണ്. നമ്മൾ ബിരിയാണിക്ക് ചേർക്കുന്ന അതേ മസാല, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് രമ്പയിലയും, ഈ പച്ച കളർ കാണുന്നത് വാഴയുടെ തണ്ടല്ല കേട്ടോ, രമ്പയിലയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതിന് രമ്പയില എന്ന് പറയും. ഇനി കുറച്ച് പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം സവാളയും തക്കാളിയും കൂടെ ചേർത്ത് അതും നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചേർക്കുന്ന മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ലെഫ്റ്റ് ഓവറായിട്ട് വന്ന ഇടിയപ്പത്തിന് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഒത്തിരി പ്രോൺസ് ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് പ്രോൺസ് ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടി ഡിന്നറാണ് കേട്ടോ ഇന്നത്തേത്. കൂടെ ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു സാലഡും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുക്കിനിയും കുറച്ച് സവാളയും തക്കാളിയും കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം കുറച്ച് പീനട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. കടല വേണമെങ്കിൽ കടലയും ചേർക്കാം. കുറച്ച് വിനീഗറും ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ രാത്രിയത്തെ ഡിന്നർ കുശാലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ നല്ലൊരു കട്ടൻ ചായയാണ് കേട്ടോ, നല്ല പുതിനയൊക്കെ ഇട്ട കട്ടൻ ചായ.